കോൺഗ്രസിൻ്റെ ഒരു ചിന്താശേഷിയെ, ചിന്തയുടെ ഒരു രീതിയെ അത് അർബൻ നക്സലുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അവർ തട്ടിയെടുത്തിരിക്കുന്നു. 2004 മുതൽ തന്നെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നക്സലുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നക്സലുമായിട്ടോ നക്സലിസമായിട്ടോ ബന്ധമുണ്ട് എന്ന് തോന്നാത്ത തരത്തിലുള്ള സംഘടനകൾ ഉണ്ടാക്കണം. ഈ സംഘടനകൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. ചിലരൊക്കെ തൊഴിലാളികളുടെ മേഖലയിലായിരിക്കാം, ചിലരൊക്കെ മനുഷ്യാവകാശത്തിൻ്റെ മേഖലയിലായിരിക്കാം, ചിലരൊക്കെ കലാ സാംസ്കാരിക രംഗത്തായിരിക്കാം, ചിലരൊക്കെ മീഡിയ രംഗത്തായിരിക്കാം. ഈ സംഘടനകൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു മുന്നണി പോലെ പ്രവർത്തിക്കാനും ശ്രമിക്കണം. ഇത് 3 തരത്തിലുള്ള സംഘടനകളെയാണ് ഈ ഡോക്യുമെൻ്റ് അന്ന് വിഭാവനം ചെയ്തത്. ഇവർ ശ്രമിക്കുന്ന ഒരു കാര്യം അട്ടിമറിയും സായുധ സമരവുമാണ്. ആ റിപ്പോർട്ടിൽ 2004 ആ റിപ്പോർട്ടിലും അത് 2009 അപ്ഡേറ്റ് ചെയ്തപ്പോഴും വളരെ കൃത്യമായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം അട്ടിമറിയും സായുധ സമരവുമാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭാരതമെന്ന നമ്മളുടെ മാതൃരാജ്യം, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും സുസ്ഥിരതയ്ക്കും വികസനത്തിനും നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ പറയുന്ന മാവോയിസ്റ്റുകളിൽ നിന്നാണ്, നക്സലൈറ്റുകളിൽ നിന്നാണ്, അർബൻ നക്സലൈറ്റുകളിൽ നിന്നാണ്.